ഈ നാട്ടിൽ കഴിഞ്ഞ 9 വർഷക്കാലമായി നടക്കുന്ന ഭരണത്തിന്റെ നന്മകളെ കുറിച്ചാണല്ലോ പറയുന്നത്. ഞാൻ വിചിത്രമായ കാര്യം കേൾക്കുകയാണ്. CP ജോൺ പ്ലാനിംഗ് ബോർഡിലൊക്കെ ഇരുന്നാണല്ലോ ഫണ്ടൊക്കെ അലോട്ട് ചെയ്യുന്നതിനെക്കുറിച്ച് കൃത്യമായിട്ട് അറിയാമല്ലോ. ഇപ്പം മീഡിയയ്ക്ക് കൊടുത്തൊരു രഹസ്യ സർക്കുലർ എൻ്റെ കണ്ണുപെടുകയുണ്ടായി. ഞങ്ങൾ ഇന്ന പരസ്യം തരും, ആ പരസ്യം പരസ്യമായിട്ട് കാണിക്കരുത്, ആ പരസ്യത്തിൻ്റെ തലേദിവസം നിങ്ങൾ ആ പരസ്യത്തിൻ്റെ തലേദിവസം വാർത്തയായിട്ട് കാണിക്കണം. സർക്കുലറിന്റെ കോപ്പി എൻ്റെ അടുത്തുണ്ട്, ഞാൻ ആധികാരികമായിട്ട് തന്നെ പറയുന്നത്. അപ്പൊ നിങ്ങൾ ഈ കഴിഞ്ഞ 9 മാസക്കാലത്ത് എൻ്റെ മിസ്റ്റർ പിണറായി, അറേബ്യൻ നാട്ടുകളിലെ എല്ലാ സുഗന്ധദ്രവ്യങ്ങളും കൊണ്ടുവന്നാലും നിങ്ങളുടെ കയ്യിലെ പാപക്കറകൾ കഴുകിക്കളയാൻ കഴിയില്ല എന്ന് മാക്ബത്തിലെ പ്രയോഗം ഞാനിവിടെ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾ എത്ര മാധ്യമങ്ങളെ കൊണ്ട് എഴുതിപ്പിച്ചാലും ഞാൻ വിചാരിക്കുന്നില്ല കേരളത്തിലെ മാധ്യമങ്ങൾ അങ്ങനെ ഒരു കെണിയിൽ വീഴുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അവർ അതിനേക്കാൾ ഉയരത്തിൽ നിൽക്കുന്നവരാണെന്നാണ് എൻ്റെ ധാരണ, നമ്മുടെ എല്ലാം ധാരണ. പക്ഷേ ഇവരുടെ രീതികളാണ് ഞാൻ പറയുന്നത്. ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയും കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റും, മുഖ്യമന്ത്രിക്ക് വേണ്ടി ഉണർത്തുപാട്ട്, സിനിമകൾ ഒക്കെ ആവാം. പക്ഷെ ഇത് കാണുന്നവരാണ് കേരളത്തിലെ ജനങ്ങൾ. സാമൂഹ്യക്ഷേമ പെൻഷൻ, ഞാൻ ഉമ്മൻചാണ്ടിയെ കുറിച്ച് ഓർമ്മിക്കുകയാണ്. കേരളത്തിലെ ഒരു മനുഷ്യനും മറക്കാൻ കഴിയില്ല. അദ്ദേഹത്തിൻ്റെ കാലത്ത് 2-3 പെൻഷൻ കിട്ടുന്നവരുണ്ട് എന്ന് പറഞ്ഞിട്ട് ആ പാവങ്ങൾ 1000 രൂപ 500 രൂപയൊക്കെ വാങ്ങിച്ചുകൊണ്ടിരിക്കുന്ന 2-3 പെൻഷൻ, ആ 2-3 പെൻഷൻ വാങ്ങിക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് അതെല്ലാം കൂടെ ഏകീകരിക്കാൻ വേണ്ടിയിട്ടാണ് ഒറ്റ പെൻഷനാക്കി മാറ്റിയത്. ആ പെൻഷൻ്റെ സ്ഥിതി നമുക്കെല്ലാവർക്കും. തെരഞ്ഞെടുപ്പ് കാലത്ത് വോട്ട് വാങ്ങിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന കൈക്കൂലിയാക്കിയിട്ടാണ് ശ്രീ പിണറായി വിജയന്റെ സർക്കാർ ഇപ്പോൾ പെൻഷൻ ഇലക്ഷൻ കാലത്ത് 2 ഗഡു, ഇപ്പം വരുമായിരിക്കും ചിലപ്പോൾ, എവിടെയെങ്കിലും പറയൂ 2 ഗഡു 1 ഗഡു. സാധാരണക്കാരന് ജീവിക്കാൻ പറ്റാത്ത അന്തരീക്ഷം ഇതുപോലെ ഉണ്ടായൊരു കാലം ഉണ്ടായിട്ടില്ല. അഴിമതിയുടെ മന്ദിരങ്ങളിൽ വാടുന്ന മന്ത്രിമാർക്കും ഗവൺമെന്റിനും ഏറ്റവും സാധാരണക്കാരൻ്റെ ഹൃദയവിചാരങ്ങളും പ്രയാസങ്ങളും മനസ്സിലാവുക. അത് പാവപ്പെട്ട തൊഴിലാളികൾ, അത് കെട്ടിട നിർമ്മാണ തൊഴിലാളിയായാലും പാവപ്പെട്ട കയർ തൊഴിലാളിയായാലും കശുവണ്ടി തൊഴിലാളി. ഇപ്പം ഞാൻ ചോദിച്ചയാളെ, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കണ്ടതാണ്, ഒരു കപ്പൽ മുങ്ങി ആലപ്പുഴയുടെ തീരത്ത്. മഹാരാഷ്ട്രയിൽ മുമ്പ് ഒരു കപ്പൽ അപകടം ഉണ്ടായി, ഞാനത് പഠിച്ചു. മഹാരാഷ്ട്രയിൽ കപ്പൽ അപകടം ഉണ്ടായപ്പോൾ ആ കപ്പൽ നിർമ്മാണ കമ്പനിക്കെതിരായിട്ട് സർക്കാർ കേസ് കൊടുത്തു. ഭീമമായ തുക അവരിൽ നിന്നും പിഴ ഈടാക്കി. അതുമൂലം ദുരിതം അനുഭവിക്കുന്ന ജനങ്ങൾക്ക് കൊടുക്കാൻ തീരുമാനിച്ചു. 2010 എൻ്റെ ഓർമ്മ. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇന്നിപ്പം പത്രങ്ങളിലൊക്കെ നിങ്ങൾ വായിച്ചു, കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് തീരദേശത്ത് വറുതിയാണ്, പട്ടിണിയാണ് പാവങ്ങൾക്ക്. ഈ സർക്കാർ അനങ്ങിയോ? ഞാൻ അത്ഭുതപ്പെടുകയാണ്. എന്തുകൊണ്ടാ കപ്പൽ കമ്പനിക്കെതിരായിട്ട് കേസുമായി മുന്നോട്ട് പോകുന്നില്ല? ആരുടെ താല്പര്യമാണ് ഈ സർക്കാർ സംരക്ഷിക്കുന്നത്? പാവപ്പെട്ടവന്റെ സംരക്ഷണമാണോ അതല്ലോ വൻകിട മുതലാളിമാരുടെ സംരക്ഷണമാണോ എന്ന് നൽകാൻ ഉദ്ദേശിക്കുന്നത്? ഇതിന് മറുപടി പറയാൻ മുഖ്യമന്ത്രി ഇനിയും മടിച്ചിട്ട് കാര്യമില്ല. ഇവിടെ നേതാക്കന്മാരുടെ നീണ്ട നിരയുള്ളതുകൊണ്ട് ഞാൻ ദീർഘമായ പ്രസംഗത്തിന് ഒരു കാര്യം കൂടി ചോദിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. നിലമ്പൂരിൽ ചർച്ച ചെയ്യുമ്പോൾ വലിയ മലയോരം ഈ നാട്ടിലുണ്ട്. പാവപ്പെട്ടവന് മലയോരത്ത് പ്രവർത്തിക്കുന്ന പാവപ്പെട്ട സാധാരണക്കാർ ഉറങ്ങിയിട്ട് എത്ര നാളായി? ഏത് രാത്രിയിലാണ് അവർക്ക് ഉറങ്ങാൻ പറ്റുന്ന അന്തരീക്ഷം ഉണ്ടാകുക എന്നുള്ള ചോദ്യം ഈ കഴിഞ്ഞ 1 കൊല്ലത്തിനിടയിൽ നിലമ്പൂരിൽ മാത്രം വന്യമൃഗാക്രമണത്തിൽ മരിച്ചു വീണവർ. എന്താണ് ഈ സർക്കാരിൻ്റെ നയം? വന്യമൃഗങ്ങളുടെ മുമ്പിലേക്ക് ചാവാനായിട്ട് സാധാരണക്കാരനെ മനുഷ്യനെ ഇട്ടുകൊടുക്കുന്ന രീതിയല്ലേ ഈ കഴിഞ്ഞ 9 വർഷക്കാലം കണ്ടത്? എന്തെല്ലാം പ്രഖ്യാപനങ്ങൾ, എന്തെല്ലാം നിങ്ങൾ പറഞ്ഞു. ആ പ്രഖ്യാപനങ്ങളും പറഞ്ഞ വാക്കുകൾക്കൊന്നും ഒരു വിലയുമില്ല.